വെറുമൊരു ഫ്രാഞ്ചൈസി എന്നതിലുപരി കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമായി മാറിയ ഒരു പേരുണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ക്രിക്കറ്റ് ടീമിന്റെ മാത്രം കഥയല്ല, വീഴ്ചകളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു പറ്റം പോരാളികളുടെ കഥയാണ്. തല എന്ന തമിഴകവും ലോകവും സ്നേഹത്തോടെ വിളിക്കുന്ന സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്വന്തം സാമ്രാജ്യത്തിന്റെ കഥ. കഥ കേൾക്കാൻ റെഡി ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2008 ഇന്ത്യ സിമന്റ്സിന്റെ MD ആയ N. ശ്രീനിവാസൻ ചെന്നൈ ഫ്രാഞ്ചൈസി സ്വന്തമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ഏറ്റവും മികച്ച ടീമിനെ വാർത്തെടുക്കുക. അന്ന് ലേലത്തിൽ $1.5 മില്യൺ, ഏകദേശം 6 കോടി രൂപ കൊടുത്ത് അവർ ഒരു വലിയ മനുഷ്യനെ സ്വന്താക്കി. ഇന്ത്യക്ക് ആദ്യ T20 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ സാക്ഷാൽ MS ധോണി. അവിടെ ആരംഭിക്കുകയായിരുന്നു ആ സുവർണ കാലഘട്ടം. മാത്യു ഹെയ്ഡൻ, മൈക്ക് ഹസി, മുത്തയ്യ മുരളീധരൻ എന്നീ വമ്പന്മാർക്കൊപ്പം ഭാവിയിൽ ചിന്നത്തല എന്ന ആരാധകർ വിളിക്കാൻ പോകുന്ന സുരേഷ് റെയ്നയും ആ ടീമിലുണ്ടായിരുന്നു. ആദ്യ സീസണിൽ തന്നെ ഫൈനലിൽ എത്തിയെങ്കിലും രാജസ്ഥാൻ റോയൽസിനോട് അവർ പരാജയപ്പെട്ടു. അന്ന് ധോണി പറഞ്ഞത് "വി വിൽ കം ബാക്ക് സ്ട്രോങ്". അതെ, ധോണി ആ പ്രോമിസ് കാത്തു. 2010 CSK അവരുടെ ആദ്യത്തെ IPL കിരീടത്തിൽ മുത്തമിട്ടു. സച്ചിന്റെ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ആ രാജകീയ നേട്ടം. തൊട്ടടുത്ത വർഷം 2011 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തകർത്ത് വീണ്ടും കപ്പടിച്ചു. IPL ചരിത്രത്തിൽ ആദ്യമായിട്ട് കിരീടം നിലനിർത്തുന്ന ടീമായിട്ട് CSK മാറി. ഈ കാലഘട്ടത്തിലാണ് CSK ഒരു വികാരമാകുന്നത്. അതിന് കാരണക്കാരായി ചിലരുണ്ട്. ഒന്നാമതായിട്ട് സുരേഷ് റെയ്ന, IPL മിസ്റ്റർ കൺസിസ്റ്റന്റ്, പ്ലേ ഓഫുകളിൽ എപ്പോഴും ടീമിനെ രക്ഷിക്കുന്ന രക്ഷകൻ. രണ്ടാമത് രവീന്ദ്ര ജഡേജ. 2012 ടീമിൽ എത്തിയതെങ്കിലും ജഡേജ വൈകാതെ തന്നെ ധോണിയുടെ വിശ്വസ്തനായ ദളപതിയായി മാറി. മൂന്നാമത് ഡെയ്ൻ ബ്രാവോ, ഡെത്ത് ഓവറുകളിലെ രാജാവും ഡ്രസ്സിംഗ് റൂമിലെ എന്റർടൈനറും. നാലാമത് R. അശ്വിൻ, പവർ പ്ലേകളിൽ വിക്കറ്റ് വീഴ്ത്തുന്ന ലോക്കൽ ബോയ്. ഇവരുടെയൊക്കെ മിന്നും പ്രകടനം വഴി എല്ലാം ഭംഗിയായി പോകുമ്പോഴാണ് 2015 ആ വലിയെടുത്തി CSK ആരാധകരുടെ നെഞ്ചിലേക്ക് വീഴുന്നത്. Two-time IPL champions Chennai Super Kings could soon be in trouble, with the Mudgal committee submitting its report in the IPL spot-fixing case to the Supreme Court today. Gurunath Mayappan's betting links could well be proven, making it all but inevitable for CSK to avoid being terminated. വാതുവെപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ലോധ കമ്മിറ്റി ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും 2 വർഷത്തേക്ക് IPL നിന്ന് വിലക്കി. ഈ ടീമുകളുടെ ഓണേഴ്സിന്റെ ബന്ധുവിന്റെ പേരിലായിരുന്നു പ്രധാന ആരോപണം. കളിക്കാർക്ക് യാതൊരു പങ്കുമില്ലായിരുന്നിട്ടും ആ വിലക്കിന്റെ മുഴുവൻ വേദനയും ഏറ്റുവാങ്ങിയത് ധോണിയും സംഘവും പിന്നെ ആ ടീമിനെ നെഞ്ചിലേറ്റിയ കോടിക്കണക്കിന് ആരാധകരുമായിരുന്നു. പിന്നീട് 2018 2 വർഷത്തെ വനവാസത്തിന് ശേഷം സിംഹം കാട്ടിലേക്ക് മടങ്ങിയെത്തി. ലേലം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരെ പരിഹസിച്ചു, ഡാഡ്സ് ആർമി എന്ന് പറഞ്ഞ്. കാരണം ടീമിലെ ഭൂരിഭാഗം കളിക്കാർക്ക് 30 വയസ്സിന് മുകളിലായിരുന്നു പ്രായം. ഷെയ്ൻ വാട്സൺ, അമ്പാട്ടി റായിഡു, ഇമ്രാൻ താഹിർ. പക്ഷേ പ്രായം വെറൊരു സംഖ്യ മാത്രമാണെന്ന് അവർ തെളിയിച്ചു. 2018 ഫൈനലിൽ ഷെയ്ൻ വാട്സന്റെ മാന്ത്രിക സെഞ്ചുറിയുടെ പിൻബലത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് അവർ ആ സ്വപ്ന കിരീടം സ്വന്താക്കി. ആ വിജയത്തിന് സ്വർണത്തേക്കാൾ തിളക്കമുണ്ടായിരുന്നു. CSK ചരിത്രത്തിൽ ആദ്യമായി പ്ലേ ഓഫിൽ എത്താതിരുന്ന വർഷം 2020 ഇനി അവർ തിരിച്ചു വരില്ലെന്ന് പലരും വിധി എഴുതിയെങ്കിലും ആ വിമർശകർക്കുള്ള മറുപടിയായിരുന്നു 2021 4ാം കിരീടം. രവീന്ദ്ര ജഡേജയെ 2022 ക്യാപ്റ്റനാക്കി പരീക്ഷിച്ചെങ്കിലും തുടർച്ചയായ തോൽവികൾ കാരണം പാതി വഴിയിൽ ധോണിക്ക് വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുക്കേണ്ടി വന്നു. ജഡേജയും മാനേജ്മെന്റും തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് വരെ വാർത്തകൾ വന്നു. 2023 ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അവസാന 2 ബോളിൽ ജയിക്കാൻ 10 റൺസ്. മോഹിത് ശർമ്മയുടെ പന്തിൽ രവീന്ദ്ര ജഡേജ നേടിയ ആ 6ഉം 4ഉം. എന്റെ പൊന്നോ, ജഡേജയെ എടുത്തുയർത്തി ആഹ്ലാദിക്കുന്ന ധോണി. IPL ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഫ്രെയിമുകളിൽ ഒന്നായിരുന്നു അത്. CSKയുടെ 5ാം കിരീടം. തമിഴ് മക്കൾക്ക് CSK വെറൊരു ടീമല്ല, അതൊരു മതമാണ്. സ്റ്റേഡിയത്തിൽ മഞ്ഞ ജേഴ്സി ഇട്ട് തിങ്ങി നിറയുന്ന യെല്ലോ ആമിയും അവരുടെ വിസിൽ പോടുന്ന ആവേശവും മറ്റേതൊരു ടീമിന്റെ ആരാധകർക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒന്നാണ്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം അവർക്ക് അത്ഭുതേയനാണ്, സ്നേഹത്തോടെയുള്ള ഒരിടം. ധോണി എന്ന റാഞ്ചിക്കാരൻ പയ്യൻ അവർക്കെന്നും സ്വന്തം വീട്ടിലെ കുട്ടിയാണ്. ക്യാപ്റ്റൻസി എന്ന വലിയ ഉത്തരവാദിത്തം ഋതുരാജ് ഗേക്വാദ് എന്ന യുവതാരത്തിന്റെ കൈകളിലേക്ക് 2024 തല സുരക്ഷിതമായി ഏൽപ്പിച്ചു. ശിവം ദൂബെ, ഡിവോൾ ബ്രെവിസ്, ആയുഷ് മാത്രെ തുടങ്ങിയ ഒരു പറ്റം യുവ പോരാളികളിലാണ് ഇനി CSKയുടെ ഭാവി. കിരീടം ഉറപ്പാക്കാൻ മലയാളികളുടെ പൊന്നോമന പുത്രനായ സഞ്ജു സാംസൺ ഇപ്പോൾ ടീമിലുണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കുടുംബം പോലെ കളിക്കാരെ കൊണ്ടു നടക്കുന്ന, കളിക്കാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ അറിയാവുന്ന ഫ്ലിമിങ്ങിനെ പോലൊരു കോച്ചും കൂടി ഉള്ളപ്പോൾ CSKയുടെ ഭാവി എപ്പോഴും ശോഭനമാണ്.
വിജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായി തിരിച്ചു വരുന്നതാണ് ഒരു യഥാർത്ഥ ചാമ്പ്യന്റെ ലക്ഷണം, അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ CSKയുടെ കഥ. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയ CSK മൊമെന്റ് ഏതാണ്? താഴെ കമന്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ കിടിലൻ സ്റ്റോറികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. വീണ്ടും ഒരു കിടിലൻ വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്, ലേൺ വിത്ത് ജോ.